സോ ഇത് ഞങ്ങളുടെ ഡേ 2 അറ്റ് സ്പൊക്കെയിൻ ഡേ ആണ്. ഇത് മോർണിംഗ് ആണ്, ഏർലി മോർണിംഗ് അറൗണ്ട് ഒരു 6:30 ഒക്കെ ആയി. ഇവിടെ ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്തു റെഡിയായി. ഇനി നമുക്ക് ചെക്കൗട്ടൊക്കെ ചെയ്ത് പോകണം ഇവിടെ നിന്ന് നേരെ യെല്ലോ സ്റ്റോണിലോട്ട്. പക്ഷെ നമ്മുടെ കുട്ടി ഇതുവരെയും എണീറ്റിട്ടില്ല. പുള്ളിക്കാരി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവൾ നല്ല ടയേർഡായിരുന്നു, കാരണം കുഞ്ഞല്ലേ, ഇത്രയും നേരം ട്രാവലൊക്കെ ചെയ്ത് അവൾക്ക് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ആൻഡ് നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ, വിൻഡോയിൽ കൂടെ ഉള്ള ഒരു വ്യൂ ആണ്. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്റ്റേ. ആക്ച്വലി പെട്ടെന്ന് ബുക്ക് ചെയ്തതാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഇതുവരെ സ്റ്റേ ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. ഇനി ഇവിടെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. നൈതും എല്ലാം റെഡിയായി എണീറ്റു. ഇവിടെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒന്നും അല്ല കിട്ടുന്നത്. വാഫിൾസ്, ബോയിൽഡ് എഗ്സ്, ആപ്പിൾ ജ്യൂസ്, പിന്നെ ബ്രെഡ്, ജാം, ഇതൊക്കെയാണ് ഇവിടെ കിട്ടാറ്. സോ ഇനി നമ്മൾ നേരെ യെല്ലോ സ്റ്റോണിലോട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ സ്റ്റാർട്ടായി. സോ അപ്പോൾ ഞങ്ങൾ ഡേ 2 സ്റ്റാർട്ടായിരിക്കുകയാണ്. ഡേ 2 നമ്മൾ രാവിലെ ഒരു 9 സ്പൊക്കെയിൻ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇനി നേരെ നമ്മൾ പോകുന്നത് യെല്ലോ സ്റ്റോണിലോട്ടാണ്. അറൗണ്ട് 7 hours ട്രാവൽ നമുക്ക് കാണിക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലാണ്. യെല്ലോ സ്റ്റോൺ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല നമ്മൾ വാടിക്കരുതി എത്തുമെന്ന് തോന്നുന്നു. അവിടുത്തെ വെതർ നല്ല വെതറാണ്. ഫയർ എൻഡേഞ്ചർ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നോക്കിയപ്പം മോഡറേറ്റും ലോ ഒക്കെയാണ് കാണിച്ചത് ഇന്നലെയൊക്കെ. സോ യെല്ലോ സ്റ്റോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ US വൺ ഓഫ് ദ ഫസ്റ്റ് നാഷണൽ പാർക്കാണ് യെല്ലോ സ്റ്റോൺ. സോ അവിടെ ഒരുപാട് വൈൽഡ് ലൈഫ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. ബൈസൺസ് ഉണ്ട്, എൽക്ക് ഉണ്ട്. ദെൻ നമുക്ക് ഗ്രിസ്ലി ബ്രൗൺ ബെയറിനെയും ബ്ലാക്ക് ബെയറിനെയൊക്കെ കാണാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെ അതൊക്കെ നമ്മൾ മറ്റേ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വന്നൊരു ഹായ് ഒക്കെ തരുന്ന വീഡിയോ കിട്ടുമായിരിക്കും. ചെറിയ പേടിയൊക്കെ ഉണ്ട്. ബൈസൺസ് ഒക്കെ ഒരുപാടുണ്ടെന്നാണ് കണ്ടത്. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ ബൈസൺ ഇങ്ങനെ പോകുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ അറൈവൽ കാണിക്കുന്നത് എത്ര മണിക്കാണ്? 4 PM ആണ്. അപ്പം നമ്മൾ കോസ്കോ സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് ഫില്ല് ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 4 മണിക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത് വെസ്റ്റ് എൻട്രൻസിലാണ് യെല്ലോ സ്റ്റോണിൻ്റെ. സോ യെല്ലോ സ്റ്റോണിൻ്റെ വെസ്റ്റ് എൻട്രൻസ് ആണ് ഈസിലി ആക്സസിബിൾ എന്നാണ് കാണിച്ചത്. നമുക്ക് പെട്ടെന്ന് കാണാനും ജീസസ് ആയാലും ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ്, പിന്നെ മാമൂദ് ഹോട്ട് സ്പ്രിങ്സ്, ഇതൊക്കെ നമ്മുടെ വെസ്റ്റ് എൻട്രൻസിന് നിയർ ബൈ ആയിട്ടാണ് ഉള്ളത്. സോ അതുകൊണ്ട് നമ്മൾ വെസ്റ്റ് എൻട്രൻസിലാണ് സ്റ്റേ എടുത്തത്. നിങ്ങൾ സ്റ്റേ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒരു ഇൻഫോ ആയിട്ട് ഞാൻ പറയുകയാണ്. ഒന്നെങ്കിൽ വെസ്റ്റ് എൻട്രൻസ് മോട്ടൽ, അവിടെ കുറേ മോട്ടൽ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ സ്റ്റേ എടുക്കുക. അല്ലെങ്കിൽ ഗാർഡിനിയർ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്, അവിടെ സ്റ്റേ എടുക്കാം. സോ ഇതായിരിക്കും ബെറ്റർ. ആൻഡ് യെല്ലോ സ്റ്റോണിന്റെ കൂടുതൽ അല്ല, ഞാനിങ്ങനെ കുറേ വേറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ഒരു സ്റ്റേ നല്ലതാണ് എന്നുള്ളത്. നമുക്കും കണ്ടറിയാം. ആൻഡ് പിന്നെ ഉള്ള ഒരു ഇത് ഞങ്ങൾ പിന്നെ യെല്ലോ സ്റ്റോണ് 3 days ട്രിപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡേ വരുന്നത് ഗ്രാൻഡ് ടെർട്ടണിലാണ്. ഗ്രാൻഡ് ടെർട്ടണിൽ 2 days ഉണ്ട്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഗ്രാൻഡ് ടെർട്ടണും ഈ യെല്ലോ സ്റ്റോണും രണ്ടും ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള നാഷണൽ പാർക്കാണ്. ഗ്രാൻഡ് ടെർട്ടൺ ഇസ് കംപ്ലീറ്റ്ലി ഒരു മൗണ്ടൻ വ്യൂ, സീനിക് ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ഉള്ള ഒരു നാഷണൽ പാർക്കാണ്. അവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല, അൺസർട്ടൺ ആണ്. എപ്പോഴും അതിങ്ങനെ മാറിയും തിരിഞ്ഞും വെക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും വാമും കോൾഡ് വെതറും എല്ലാം മാറി മാറി മിക്സ് ആണ് അവിടെ. സോ ഇനി നമ്മളെപ്പോഴും എല്ലാം പെർഫെക്റ്റ്ലി പാക്ഡ് ആയിരിക്കണം. ക്ലോത്ത്സ് ആയിക്കോട്ടെ എല്ലാം. നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ആൻഡ് ഈ യെല്ലോ സ്റ്റോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ US വൺ ഓഫ് ദ ഫസ്റ്റ് നാഷണൽ പാർക്കാണ്. US അറൗണ്ട് ഒരു 400
450+ നാഷണൽ പാർക്ക് ഉണ്ടെന്നാണ് ഞാൻ കേട്ടുള്ളത്. കറക്റ്റ് എനിക്ക് കൗണ്ട് അറിയില്ല. ആൻഡ് അതിൽ ഫസ്റ്റ് നാഷണൽ പാർക്കാണ് ഈ യെല്ലോ സ്റ്റോണിൽ പോകാമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ഭയങ്കര ഒരു ഡ്രീം ആണ്. കാരണം അവിടെ ഒരുപാട് നാച്ചുറലി ഫോംഡ് ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്, ജീസസ് ഉണ്ട്, പിന്നെ ഈ സഫയർ പൂൾ, ബ്ലാക്ക് പൂൾ. അപ്പം ഞാൻ ഇതെല്ലാം എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. സോ നമ്മുടെ യാത്ര സ്റ്റാർട്ടായി. ട്രിപ്പ് മോഡൊക്കെ ഓൺ. ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ, ഇവിടെ വർക്ക് ഏരിയ ആണ്, ഒരു കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനെ ഇതൊക്കെ വച്ചേക്കുവാണ്. ഒരു ലൈനിലേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. 2 ലൈനാണ്. അതിൻ്റെ അപ്പുറത്തെ റോഡ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുവാണ്. ഇപ്പം നമ്മൾ ഐഡാഹോ എത്തിയിട്ടുണ്ട്. ഐഡാഹോ ഒരു US സ്റ്റേറ്റ് ആണ്. സോ അപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റേറ്റും കൂടെ കാണാൻ ഉള്ള ഒരു ഭാഗ്യം കിട്ടി. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഐഡാഹോയിൽ 2-3 പോയിന്റ്സ് കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാം എന്നാണ് വിചാരിക്കുന്നത്. കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സ്കൈ കാണാൻ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊന്നും ഇല്ലായിരുന്നോണ്ടേ അതിൽ കുറെ നിരന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഡ്രൈവൊക്കെ ചെയ്യാണ്. ഏട്ടന് റെസ്റ്റില്ലാതെ ഡ്രൈവാണ്. എനിക്കെന്തോ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ തോന്നി തുടങ്ങി. ഇനി പെട്ടെന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് എല്ലാം സെറ്റാക്കണം. ഇവിടെ ഞാനിപ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഒന്ന് ജസ്റ്റ് എല്ലാം കണ്ട്, നമ്മളിവിടെ റൂൾസാണ് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വേണം ഇനി അടുത്ത നെക്സ്റ്റ് റോഡ് ട്രിപ്പിന് മുന്നേ എനിക്ക് കാറൊക്കെ പഠിച്ച് സെറ്റായിട്ട് ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പം നമ്മൾ അറൗണ്ട് ഒരു 5 അവറോളം കവറായി. ഇനി ഒരു 2-2.5 hours നമ്മൾ യെല്ലോ സ്റ്റോൺ വെസ്റ്റ് എൻട്രൻസിലെത്തും.
ഇതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് വാട്ടർ ക്യാരി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കോസ്കോയിൽ നിന്ന് ഒരു വലിയ പാക്കിൻ്റെ ഒരു വാട്ടർ നമ്മൾ എടുത്തായിരുന്നു. ആ വാട്ടർ നമുക്ക് ഒരുപാട് വേണ്ടി വരും, കാരണം ടയേർഡ് ആവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, കാരണം സമ്മർ ടൈമാണ്. ആൻഡ് സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വെയിൽ കൊള്ളേണ്ടി വരും, ഹൈക്കിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. സോ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊരു സൺസ്ക്രീൻ നിങ്ങൾ എടുക്കേണ്ടതാണ്. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ്, ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഒരുപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നൈതു ഉള്ളതുകൊണ്ട് കുറേ സ്നാക്സും അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഫുഡ്, പിന്നെ ഫ്രൂട്ട്സ്, സ്ട്രോബെറീസ്, ആപ്പിൾസ് അതൊക്കെ എടുത്തായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നാഷണൽ പാർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു മാപ്പും അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് മാപ്പില്ലാതെ ഒരിടത്തും പോകാൻ പറ്റത്തില്ല. സോ നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് തന്നെ, അതായത് ഈയിടെ തന്നെ ഞങ്ങളെല്ലാം മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകുന്നതിൻ്റെ ഓരോരോ ഡേയിൽ ഓരോരോ സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ്, ഓഫ്ലൈൻ മാപ്പ് ആഡ് ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, കാരണം റേഞ്ച് എന്തായാലും അവിടെ കിട്ടത്തില്ല. അപ്പോൾ ഓഫ്ലൈൻ മാപ്പ് ഇല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടത്തും പോകാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നാവിഗേഷൻ ഡയറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. ബട്ട് നമ്മുടെ പോയിൻറ്റ്സ് അനുസരിച്ച് നമ്മൾ കൺവീനിയൻ്റ് അനുസരിച്ചായിരിക്കുമല്ലോ ഐറ്റിനറി പ്ലാൻ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഓഫ്ലൈൻ മാപ്പ് ഡേ ബൈ ഡേ ആഡ് ചെയ്ത് ഡൗൺലോഡ് ആക്കി വയ്ക്കുക, അതാണ് സേഫ്. ആൻഡ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ നാഷണൽ പാർക്കുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പാസ് വേണം. ഞങ്ങൾ ആനുവൽ പാസ് എടുത്തിട്ടുണ്ട്, അല്ലാതെ ഡേ പാസ്സും ഉണ്ട്. ബട്ട് ആനുവൽ പാസ് ഇസ് ബെറ്റർ ഇഫ് യു ആർ വിസിറ്റിംഗ് സോ മെനി നാഷണൽ പാർക്ക് ഇൻ ആൻ ഇയർ. സോ ഞങ്ങൾ ആനുവൽ പാസ്സിന് എടുത്തേക്കുന്നത്, അത് അറൗണ്ട് ഒരു $70 ആണ്. ആൻഡ് ദ അതർ വൺ ഇസ് ഡേ പാസ്. ഡേ പാസ് $40 ആണ്. ബട്ട് ബെറ്റർ നിങ്ങൾ എടുക്കുന്നത് $70 ആനുവൽ പാസ് ആയിരിക്കും, കാരണം അത് നമുക്ക് ആ ഒരു ഇയറിൽ തന്നെ പല പല നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ മാക്ഡിയിൽ നിർത്തിയായിരുന്നു, അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ അറൗണ്ട് എത്താറായി. ഇനി നമ്മൾ ആ ടൗണിലോട്ട് നേരെ പോവാണ്. ഇനി അത് കഴിഞ്ഞ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ്, വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാക്ഡിയിൽ എന്തായാലും പോകണം. ആൻഡ് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ലേക്ക് കണ്ടായിരുന്നു, നല്ലൊരു അടിപൊളി ലേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നു. ഇനി കുറച്ച് ദൂരേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അറൗണ്ട് ഒരു 6:30 ഒക്കെ ആയി കേട്ടോ, 6:45 ഒക്കെ കഴിഞ്ഞു എന്തായാലും. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് എത്തും. ഇത് നല്ലൊരു ലേക്കായിരുന്നു, 2 മൗണ്ടൻസിൻ്റെ ഇടയിലൊരു ലേക്ക്, നല്ലൊരു സീനിക് വ്യൂ ആയിരുന്നു. സോ അപ്പോൾ ഞങ്ങൾ യെല്ലോ സ്റ്റോൺ എത്തി. ഇവിടുത്തെ ടൗണാണ്. ഞങ്ങൾ ടൗണിലൊന്ന് ജസ്റ്റ് കറങ്ങാൻ, ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഒരു ടൗണാണ്, മോട്ടലിലാണ്. സോ ഇവിടെ ഒരുപാട് ക്യൂട്ട് ഗിഫ്റ്റ് ഷോപ്സും ഐസ്ക്രീം ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായാലും ഡിന്നറിനും എല്ലാത്തിനും ഉള്ള കുറേ പ്ലേസസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 8:30 ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കണ്ടോ, ആ ഒരു ടൗണ് നല്ല കണ്ടോ. ഇവിടെ ഐസ്ക്രീം ഷോപ്പുണ്ട്. നമ്മളങ്ങോട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു യെല്ലോ സ്റ്റോൺ ഹിസ്റ്റോറിക് സെൻറ്റർ മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ 8:30 ആയി. ഇവിടെ 9 സൺസെറ്റ്. യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഇതോ. അങ്ങനെ ഞങ്ങൾ നടന്നു. ഇവിടെ തന്നെ ഒരു മോളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഷോപ്പിംഗ്, ക്യൂട്ട് ഗിഫ്റ്റ് ഷോപ്പ്, പിന്നെ ഫുഡിന് വേണ്ടി പല വെറൈറ്റി ഓഫ് പിസ്സാസ്, പാസ്താസ്, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഒരു സ്മോൾ ടൗണിൻ്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ മൊത്തം. കണ്ടോ, ഇത് നല്ലൊരു ഷോപ്പാണെന്ന് തോന്നുന്നു, പിസ്സ ആൻഡ് പാസ്ത. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ മെക്ഡിയിൽ നിന്ന് ഏട്ടനാണ് ഫസ്റ്റ് പോയത്. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയതിന് ശേഷം ഏട്ടൻ വെളിയിലോട്ട് പോയി. അങ്ങനെ ഞാൻ ഇറങ്ങുന്നില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ഏട്ടൻ പറഞ്ഞു നല്ലൊരു വൈബാണ് വെളിയിൽ. അങ്ങനെ പിന്നെ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സൊവനിയറൊക്കെ മേടിക്കാമെന്ന്. അങ്ങനെ ഞാനും സൊവനിയർ ഹണ്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്.
ഇത് ഒരു നല്ല ഷോപ്പായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ഒരു സൊവിനിയറൊക്കെ മേടിച്ചു. പിന്നെ ചുമ്മാ ഇങ്ങനെ ക്യൂട്ട് തിങ്സ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നോക്കി നടക്കുവാണ്, സൊവിനിയറൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരുപാട് ഈ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കുറച്ച് കത്തിയായിട്ട് തോന്നി, കോസ്റ്റ്ലി ആണ്. ഈ ഒരു ടൗണ് തൊട്ടടുത്താണ് വെസ്റ്റ് എൻട്രൻസിൻ്റെ. സോ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈവനിങ്. എനിക്കതിന് നാളെ ഇനി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ തിരക്കായിരിക്കും. ഇനി നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പണി പാളും എന്നാണ് ഇവിടുത്തെ ഞങ്ങൾ അടുത്ത് ചോദിച്ച കുറേ ആൾക്കാർ പറഞ്ഞത്. ഇവിടെ ഒരു 6 മണി തൊട്ടേ ആ വെസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ തിരക്കാണ്. 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ റോഡിൻ്റെ ഇങ്ങനെ അറ്റം വരെ വരും തിരക്കെന്നാണ് അവർ പറഞ്ഞത്. ഇതൊരു മ്യൂസിയമാണ്, ഈ യെല്ലോ സ്റ്റോണിൻ്റെ അടുത്തിരിക്കുന്ന ഒരു മ്യൂസിയം. അത് ക്ലോസ്ഡ് ആയിപ്പോയി, കാരണം ഇപ്പോൾ അറൗണ്ട് ഒരു 9 ഒക്കെ ആയല്ലോ. വെളിയിലിങ്ങനെ ഒരു ബൈസണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്ന് ആ സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടോ, ആ ക്ലൗഡ്സ് ഓറഞ്ചും പിങ്കും ഒക്കെ കൂടെ മിക്സ് ചെയ്തൊരു ക്ലൗഡായിരുന്നു. നല്ലൊരു ടൗൺ ആയിരുന്നു കേട്ടോ, അടിപൊളി ടൗണാണ്, നല്ല വൈബാണ്. ഒരു കൗബോയ് ഒരു ടൗൺ ആണെന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ടൗണ്. നല്ലൊരു വൈബായിരുന്നു. ഒരു പാട്ടൊക്കെ ഇട്ട് നല്ലൊരു വൈബ് സെറ്റപ്പായിരുന്നു. ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. സോ ഇവിടെ കണ്ടില്ല, ഒരു നൈറ്റ് മോഡാണ്, നല്ല വൈബാണ് നടക്കാൻ. ഞങ്ങളിവിടെ ഇങ്ങനെ കുറേ നേരം നടന്നു. കൗബോയ് തീമിലേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ദാറ്റ് ഈസ് നോട്ട് ഐസ്ക്രീം. കോഫി എവിടെ ഉണ്ട്? നമ്മൾ കോഫി കുടിക്കാന്നുള്ള പ്ലാനിൽ പോവുകയാണ്. ഇവിടുത്തെ ഫ്യൂവലാണ്, ഗ്യാസിൽ. ഈ ഒരു ടൗണ് നല്ല അടിപൊളി ടൗണാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ സൂപ്പറാണ്. ഒരു നൈറ്റ് ഔട്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ച ഹോട്ടലിൽ തന്നെ ഇരിക്കാം. ടയേർഡായിരുന്നു ഞങ്ങൾ 7 hours ഡ്രൈവ് കഴിഞ്ഞ് വന്നപ്പോൾ. പിന്നെ വിചാരിച്ചു, ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ അടിപൊളി ടൗണാണ്, കാണാൻ പോവാം. കണ്ടില്ലേ, ഇത് ഐസ്ക്രീം. What is that? Minion. Come, you want to take a photo? Coffee. Cappuccino. Night time no. Tomorrow we can buy it. Now it's night, no ice cream. ചോക്ലേറ്റ്, സ്ട്രോബെറി. ഐസ്ക്രീം യമ്മിയാണോ? വാട്ട് ഈസ് ഇൻസൈഡ് us? അങ്ങനെ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 6 AM നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ അവർ ആനുവൽ പാസും, അതായത് പാസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ അതിന് തന്നെ ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഒരു 6 മണിക്ക് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗേറ്റിൽ ആളുണ്ട്, റേഞ്ചർ ഓഫീസേഴ്സ് കാണും. സോ അവർ ഈ നമ്മൾ പാസ് ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്.
സോ പാസും നമ്മുടെ ID എന്താണ് ID പ്രൂഫും കൂടെ കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മാപ്പ് തരും. മാപ്പ് ഈസിലി അക്സസിബിൾ ആണ്. പോയിൻറ്റ്സ് ബൈ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് കാണേണ്ടതെന്നുള്ള, പിന്നെ ഏതൊക്കെ സ്പോട്ടിലാണ് വിസിറ്റർ സെൻറ്റർ ഉള്ളത്. വിസിറ്റർ സെൻറ്റർ നമുക്ക് മാപ്പ് കിട്ടാൻ വേണ്ടിയുള്ള, പിന്നെ ഈ കുഞ്ഞു പിള്ളേർക്ക്, അതായത് ഏജസ് 3 തൊട്ട്, ആക്ച്വലി 4 തൊട്ടാണ്, 4 തൊട്ടുള്ള കിഡ്സിന് ഇവിടെ ജൂനിയർ റേഞ്ചറിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ അവരൊരു പാർക്ക് റേഞ്ചറിൻ്റെ ഒരു ബാഡ്ജ് തരും. ബിക്കം പാർക്ക് റേഞ്ചർ. ഈ ബാഡ്ജസ് കളക്ട് ചെയ്യാം. കിഡ്സിന് എന്താണ് കുറേ ഫൺ ഫാക്ട്സ് ഒക്കെ അതിൽ കാണും. അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു കളക്റ്റബിൾ മെമ്മറി, ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ അവർ കൊടുക്കുന്നതാണ്. അപ്പം ഞങ്ങളും ഇതിനിപ്പം അത് കളക്ട് ചെയ്ത് തുടങ്ങി. അറൗണ്ട് ഒരു 3 to 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനാണ് അവളിപ്പോൾ ചെയ്യാൻ ഉള്ള ഒരു അൾട്ടിമേറ്റ് ഏജ് ആയില്ല. എക്സാക്ട് ഏജ് എന്ന് പറയുന്നത് അവർ പറയുന്നത് 5.5 തൊട്ട് ഉള്ള കിഡ്സിന് സ്വന്തമായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. സോ അതൊരു നല്ലൊരു ഇൻഫോ ആണ് ഇവിടുത്തെ. വലിയ തിരക്കില്ല. നമ്മൾ നേരത്തെ ഇറങ്ങിയോണ്ട് തിരക്ക് ഇല്ല. 6 മണിയാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റൊക്കെ ആയിരുന്നു. ഒരു 7 മണിക്ക് ശേഷമാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളെന്തോ ലക്കിലി ഇനിയിപ്പോൾ എല്ലാം കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ബെയറൊക്കെ ഉണ്ട്. ബി ബെയർ അവെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബൈസണൊക്കെ കാണും റോഡിൽ. എൽക്ക് കാണും, ഡിയർ കാണും. കുറേ വൈൽഡ് ലൈഫ് ആനിമൽസിനെ കാണാൻ പറ്റും. വൈൽഡ് ആനിമൽസിനെ. നല്ലൊരു ക്ലൈമറ്റാണ്. ആൻഡ് ഇപ്പം നല്ല സൺലൈറ്റ് ഉണ്ട് കേട്ടോ. സണ്ണിൻ്റെ റേസ് കറക്റ്റായിട്ട് കണ്ണിൽ അടിക്കുന്ന കാരണം നേരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഒരു 6:15 ആയതേ ഉള്ളൂ. അപ്പം നല്ല ഭംഗിയുണ്ട്. ആ മൗണ്ടൻ്റെ മുകളിൽ കൂടെ ആ ഒരു റേ ഓഫ് സൺഷൈൻ വീണ് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴുള്ളൊരു ഭംഗി. പക്ഷേ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ലൈറ്റ് ഡയറക്റ്റായിട്ട് കണ്ണിൽ അടിക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇതൊരു ഫസ്റ്റ് പോയിൻ്റ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു മാഡിസൺ റിവർ വ്യൂ പോയിൻ്റ് എന്നെന്തോ ആയിരുന്നു ആ ഒരു പോയിൻ്റ് പേര്. സോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു കാറ് നിർത്തിയിട്ടേക്കുന്ന കാരണം ഞങ്ങൾ നിർത്തിയതാണ്. കാരണം രാവിലെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്പീഡിൽ ഏതൊക്കെയോ പോയിൻറ്റ്സിലോട്ട് അങ്ങോട്ട് പോവാണ്. ഇടയ്ക്കിടയ്ക്കൊന്നും ആരും നിർത്തുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങളിടയ്ക്ക് നിർത്തി. കാറുകൾ ഉണ്ടെങ്കിൽ നിർത്താം എന്നുള്ളൊരു ഇതിലായിരുന്നു. കാരണം വല്ല ബെയറേറ്റ് വരുമോ എന്നുള്ള. ഞങ്ങൾ ബെയറൊക്കെ ഇങ്ങനെ നോക്കി പോവാണ്. വല്ല ബെയറോ ബൈസണോ ആരെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നോക്കി പോവുകയാണ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇട്ടേക്കുന്നത് ഗിബ്ബൺ ഫാൾസ് ആണ്. ഗിബ്ബൺ ഫാൾസ് ഒരു വാട്ടർഫോളാണ്. അതിൻ്റെ ഒരു ഓവർലുക്ക് പോയിൻ്റ് ഉണ്ട്. ഇത് ഹൈക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർലുക്ക് പോയിൻ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിസിറ്റർ സെൻറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്. ആ വിസിറ്റർ സെൻറ്ററിൽ തന്നെ നമുക്ക് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. സോ ആ ഹോട്ടൽസിൽ നമുക്ക് അറൗണ്ട് ഒരു 6 months മുന്നേ ഒക്കെ ബുക്ക് ചെയ്താലേ അവിടുത്തെ ഹോട്ടൽസൊക്കെ കിട്ടത്തുള്ളൂ അവൈലബിൾ. ഇവിടെ 2 ഏരിയാസിൽ ഹോട്ടൽസ് ഉണ്ട്. ഒന്ന് മാമോദ് ഹോട്ട് സ്പ്രിംഗ് വിസിറ്റർ സെൻറ്ററിൻ്റെ അവിടെ ഒരു ലോഡ്ജിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ആ ഓൾഡ് ഫെയ്ത്ത്ഫുളിൻ്റെ അവിടെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇൻ എന്നും പറഞ്ഞിട്ടൊരു കുറച്ച് ലോഡ്ജിങ് ഏരിയാസൊക്കെ ഉണ്ട്. ഞാൻ മാപ്പ് കണ്ടപ്പോൾ മാപ്പിൽ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ 2 weeks മുന്നേയൊക്കെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. 6 months മുന്നേയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഓപ്ഷൻ. അതിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് വെസ്റ്റ് എൻട്രൻസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്തിട്ട് രാവിലെ എടുത്തങ്ങ് ഇറങ്ങിയാൽ മതി. വലിയ സീൻ കോൺട്ര ഇല്ല. സോ നമ്മൾ ഭാഗ്യവശാൽ ഇതുവരെ നമ്മളൊരു ബെയറിനെ പോലും അല്ലെങ്കിൽ ഒരു ബേസണിനെ പോലും ഒരു ഡിയറിനെ പോലും കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു ട്രൂത്താണ്. അപ്പോൾ നേരെ ഗിബ്ബൺ ഫോൾസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ ഞങ്ങൾ ഗിബ്ബൺ ഫോൾസിലെത്തി. ഫസ്റ്റ് പോയിൻ്റാണ് യെല്ലോ സ്റ്റോൺ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നടക്കുവാണ്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. കാരണം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളാണ് അവിടെ ആദ്യം എത്തിയത് ഗിബ്ബൺ ഫോൾസിൽ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓവർലുക്ക് പോയിൻ്റാണ്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ആ ഒരു ഫോൾസ് നല്ല ഭംഗിക്ക് കാണാൻ പറ്റും.
ഫോൾസ് ഒക്കെ കണ്ട് വന്നപ്പോൾ ദേ നമ്മുടെ ബൈസൺ കുട്ടൻ അവിടെ നിൽക്കുന്നു. ഇത് ഞങ്ങളുടെ കണ്ട തൊട്ടടുത്തായിരുന്നു കേട്ടോ, വളരെ അടുത്തായിരുന്നു. ഞങ്ങൾക്ക് വിൻഡോ താർത്ത് ഇങ്ങനെ ജസ്റ്റ് കാണാൻ പറ്റുന്ന വ്യൂ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ നിന്ന് നല്ല പുല്ലൊക്കെ തിന്നുന്ന കാഴ്ചയാണ്. എന്തായാലും വലിയൊരു ബൈസൺ, അതായത് നമ്മുടെ നാട്ടിലെ കാട്ടുപോത്ത് തന്നെയാണ്. ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ കാറിൻ്റെ അടുത്തൊക്കെ വന്ന് കാറിൻ്റെ വിൻഡോസൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നല്ല ശാന്തനായിട്ട് നിൽക്കുവാണ്. ഇപ്പം നമ്മൾ പോകുന്നത് നേരെ ഇനി മാമോദ് ഹോട്ട് സ്പ്രിങ്ങിലാണ്. ആ പോകുന്ന വഴിക്കാണ് ഈ ബൈസണെ കണ്ടത്. ഇത് ഒരെണ്ണത്തിനെ കണ്ടോളൂ ആക്ച്വലി. ഇനി ചിലപ്പോൾ അങ്ങോട്ട് ഒരുപാടൊക്കെ കാണും. നമ്മളതിനൊന്നും ചെയ്യാതിരുന്നാൽ മതി. അങ്ങോട്ട് ഉപദ്രവിച്ച് അങ്ങനെ അടുത്ത പോയിൻ്റായ മാമോദ് ഹോട്ട് സ്പ്രിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ പുകയൊക്കെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പുകയല്ല കേട്ടോ, അവിടുത്തെ വെള്ളം ആ ഹോട്ട് സ്പ്രിങ് ഉണ്ടാക്കുന്ന ആ ഒരു വാട്ടർ വേപ്പറാണ്. അത് ഫുള്ളായിട്ട് അവിടെ ഇങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ കിടപ്പുണ്ട്. ആൻഡ് ഈ ഒരു ഹോട്ട് സ്പ്രിങ് ഫേമസ് ആണ്. അതിൻ്റെ ആ ഒരു ടാവർഡൈൻ ടെറസസ് അത് ഈ ഹോട്ട് വാട്ടറിൽ നിന്നും ഉണ്ടായി, ഭയങ്കരമായിട്ടുള്ള ഹോട്ട് വാട്ടേഴ്സ് അതിങ്ങനെ തിളച്ച് ഉണ്ടായിട്ടുള്ള ആ ഒരു ടാവർഡൈൻ ടെറസസ് ആണ്. അതിങ്ങനെ അടുക്കി വെച്ചേക്കും പോലെ കാണുന്നില്ലേ. ആൻഡ് ഇത് ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഇതിങ്ങനെ ഈ ഹോട്ട് വാട്ടർ കുറേ നാളിങ്ങനെ ഇത് ഉണ്ടായി അവിടെ കാൽഷ്യം കാർബണേറ്റിൻ്റെ ആ ഒരു ഡെപ്പോസിറ്റ് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇവിടെ മൊത്തം ആ ഒരു സ്മെല്ലായിരുന്നു കാൽഷ്യം കാർബണേറ്റിൻ്റെ. അതായത് നമ്മുടെ ആ ഒരു സൾഫർ ഒരു റോട്ടൺ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എല്ലാം കൂടെ ഒരു മിക്സ് ഒരു രൂപമാണ്. നമ്മൾ പണ്ട് കെമിസ്ട്രി ലാബിൽ കയറുമ്പോൾ ഉള്ള ആ ഒരു സൾഫറിൻ്റെ ഒരു സ്മെല്ല് ഇവിടെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ആ ഒരു കളറ് ജിയോ തെർമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആൽഗെ പോലത്തെ മൈക്രോ ഓർഗാനിസം അത് കളർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കുറച്ച് വൈറ്റ് കളറൊക്കെ പോർഷൻസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഫുൾ ഓഫ് കുറേ ഹോട്ട് സ്പ്രിങ്സ് ആണ്. മൊത്തം ഭയങ്കരമായിട്ടുള്ള ഹോട്ട് ഉണ്ട് കേട്ടോ, നല്ല തിളച്ച് കിടക്കുവാണ്. ആൻഡ് ഇതിലൊക്കെ വീണാൽ പിന്നെ ഫുൾ സ്കെലിട്ടൺ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ബോയിൽ ചെയ്യുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചറിനെ കാട്ടി എത്രയോ ഇരട്ടി ടെമ്പറേച്ചറിലാണ് ഇവിടുത്തെ ആ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ വെള്ളം തിളച്ച് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ ചില സമയത്തൊക്കെ ബൈസൺസും എൽക്കും ഒക്കെ വീഴാറുണ്ട്. അതിൻ്റെ ആ ഒരു റെമനൻസ് ഒക്കെ കാണാൻ പറ്റും. ഞങ്ങൾ പോയതിൻ്റെ അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് ഡേ, ഇന്നല്ല അടുത്ത ദിവസം ഇവിടെ ഒരു ഇത് വീണിട്ടുണ്ടായിരുന്നു ബൈസൺ. അപ്പം ഞാനൊരു ഇവരുടെ ആ ഒരു സൈറ്റിൽ കണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്കെലിട്ടൺ കിടക്കുന്നത് ബൈസണിൻ്റെ. അപ്പം ഇതിന് മൃഗങ്ങൾക്ക് അറിയാം, പക്ഷേ ഇതിൻ്റെ ഏരിയയിലൊന്നും മൃഗങ്ങളില്ല കേട്ടോ. ബട്ട് അത് എങ്ങനെ ആക്സിഡൻ്റലി അത് വീഴുന്നതാണ്. ഇവിടെ ഇപ്പോൾ അറൗണ്ട് ഒരു 9 മണിയായി കേട്ടോ, 9:30 ആയി. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് സ്ട്രോളർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ കിഡ്സ് ഉള്ള എല്ലാവർക്കും സ്ട്രോളറിൽ ഇങ്ങനെ ഇരുത്തി ഇത് ഇങ്ങനെ കറങ്ങി നടന്ന് കാണാം. ഒരുപാടുണ്ട് ഈ ഒരു മാമോദ് ഹോട്ട് സ്പ്രിങ്. താഴോട്ടൊക്കെ പോകണം. ഞങ്ങളെല്ലായിടവും പോയി കണ്ടു. രാവിലെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇത് ഫുള്ള് കാണാൻ പറ്റി. നല്ലൊരു വണ്ടറായിരുന്നു. ആൻഡ് ഈ ഒരു മാമോദ് ഹോട്ട് സ്പ്രിങ്ങിൽ ഒരുപാട് ലൈം സ്റ്റോണ് പിന്നെ അതർ സെഡിമെൻ്ററി റോക്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് വേൾഡ്സ് ബെസ്റ്റ് പ്രൊട്ടക്റ്റഡ് എക്സാമ്പിൾ ആണ് ഈ ട്രാവർടൈൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹോട്ട് സ്പ്രിങ്ങിൽ. ആൻഡ് ഇതിൽ പല ടൈപ്പ് ഓഫ് തെർമോഫൈൽസ് ഉണ്ട്. ഈ തെർമോഫൈൽസ് ആണ് ഇതിന് ഈ ഒരു കളേഴ്സൊക്കെ കൊടുക്കുന്നത്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ പല കളേഴ്സ്. ഇത് വോൾക്കാനിക് ഹീറ്റ് സോഴ്സ് ഇവിടെ റിമെയിൻ ആയിട്ടുണ്ടെന്നാണ് ഒരു സയൻറ്റിസ്റ്റും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഇവിടെ ലൈം സ്റ്റോൺ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അതായത് വാസ്റ്റ് ആയിട്ടുള്ള സീ ആയിരുന്നു ഈ ഒരു ഏരിയ മൊത്തം. ഈ ഹോട്ട് വാട്ടർ കാർബൺ ഡയോക്സൈഡിൽ ഡിസോൾവ് ആയിട്ട് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായി ഒരു വീക്ക് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ ഈ സൊല്യൂഷൻ റൈസ് ചെയ്യും ഈ റോക്കിലൂടെ. അങ്ങനെ അത് ഡിസോൾവ് ആയി കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് ദ പ്രൈമറി കോമ്പൗണ്ട് ലൈം സ്റ്റോൺ ആയിട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഓരോ സർഫസിലും കാൽഷ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് ട്രാവർടൈൻ എന്നാണ്. അതാണ് ഈ റോക്കിന് ഈ ഒരു ടെറസ് രൂപത്തിൽ കണ്ടില്ലേ, ടെറസസ് ആക്കി ഫോം ചെയ്ത് വന്നിരിക്കുന്നത്. ആൻഡ് മില്യൺസ് ഓഫ് ഈ മിനറൽസ് ഈ മാമോദ് ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് ഈ വൈറ്റ് പെയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് പ്ലംബിംഗ് സിസ്റ്റത്തിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് തെർമോഫൈൽസ്, അതായത് ഹീറ്റ് ഇഷ്ടപ്പെടുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ തെർമോഫൈൽസ് എന്ന് പറയുന്നത്. ഈ തെർമോഫൈൽസ് ആണ് ഈ ഒരു ഹോട്ട് വാട്ടറിന് ഈ ടെറസസിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഈ ഒരു കളർ കൊടുക്കുന്നത്. യെല്ലോ കളർലെസ് ആയിട്ടുള്ള തെർമോഫൈൽസ് എല്ലാം ഈ ഒരു ഹോട്ട് വാട്ടറിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ ഓറഞ്ച്, ബ്രൗൺ, ഗ്രീൻ തെർമോഫൈൽസും ത്രൈവ് ചെയ്യുന്നുണ്ട്. ഈ കളേഴ്സ് സീസൺസ് അനുസരിച്ചും പിന്നെ ഈ സൺലൈറ്റിൻ്റെ എമൗണ്ടും അനുസരിച്ചുമാണ് ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ഈ ഒരു നമ്മുടെ മെയിൻ ആയിട്ടുള്ള അപ്പർ ടെറസും ലോവർ ടെറസും എന്നൊക്കെ പറഞ്ഞ് പല ഏരിയ ഉണ്ട്. ഇത് മാക്സിമം വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 163 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അതായത് 73 ഡിഗ്രി
സെൽഷ്യസ് ആണ്. ആൻഡ് ഇവിടെ ലോവർ ടെറസ്, അപ്പർ ടെറസ്, പിന്നെന്താണ് മെയിൻ ടെറസ്, അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ പല പല ഹോട്ട് സ്പ്രിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് വരുന്നത് ഇവിടുത്തെ അപ്പർ ടെറസും മെയിൻ ടെറസുമാണ്. അവിടെ നമുക്ക് കാനറി സ്പ്രിങ് ആൻഡ് ഈ ഒരു മാമോത്ത് ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ആൽബ്രൈറ്റ് വിസിറ്റർ സെൻറ്റർ ഉള്ളത്. ആ വിസിറ്റർ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുറേ ലോഡ്ജസും ഒക്കെ കാണാൻ പറ്റും. ഇത് മെയിൻ ടെറസ്, കാനറി സ്പ്രിങ്, പിന്നെ ബാത്ത് ലേക്ക്, വൈറ്റ് എലഫൻറ്റ്, ബാക്ക് ടെറസ്, ഏഞ്ചൽ ടെറസ്, അങ്ങനെ ഒരുപാട് ടെറസസ് ഉണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു കളർ കൊടുക്കുന്നത് അവിടെ ഈ ഹീറ്റ് ലവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, തെർമോഫൈൽസ് ആണ് ഇതിന് ഈ ഒരു കളർ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബോർഡ് വാക്സിൽ മാത്രമേ നിൽക്കാവൂ. പിന്നെ ചില സമയത്ത് വിൻഡി ആവാറുണ്ട്. ഒരിക്കലും ഈ ഒരു ഹോട്ട് സ്പ്രിങ് നമ്മൾ ടച്ച് ചെയ്യരുത്, കാരണം ടെമ്പറേച്ചറും അസിഡിറ്റി ലെവൽസും ഒക്കെ ഭയങ്കര ഹൈ ആണ്. സോ അത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഫ്ലഷ് റിമൂവ് ചെയ്യും ഫ്രം ബോൺ. ആൻഡ് അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ആൽബ്രൈറ്റ് വിസിറ്റ് സെൻറ്ററിൽ ചെന്നു. എനിക്ക് സ്റ്റാമ്പ് ചെയ്യണമായിരുന്നു. ഇത് നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റാമ്പിങ് ആണ്. ഞാനൊരു അഡ്വഞ്ചർ മെമ്മറി ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്തിട്ട് അവിടെ ഇതുപോലെ വേൾഡ്സ് ഫസ്റ്റ് നാഷണൽ പാർക്കാണ് നമ്മുടെ യെല്ലോ സ്റ്റോൺ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നാഷണൽ പാർക്ക് അവർ കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ റോഡൊക്കെ നിർമ്മിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഹിസ്റ്റോറിക്കും പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വണ്ടർ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നൈദു അവിടെ കുറേ നേരം ഇങ്ങനെ ഇതൊക്കെ കണ്ട് കളിച്ചൊക്കെ നടന്നു. ഞാൻ കുറച്ച് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു മാപ്പും കാര്യങ്ങളും ഒക്കെ. ഇതാണ് ആ ഒരു ആൽബ്രൈറ്റ് വിസിറ്റർ സെൻറ്ററിൻ്റെ ഫ്രണ്ട്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ റൂസ്വെൽറ്റ് ആർച്ചിലോട്ടാണ്. അതായത് നോർത്ത് എൻട്രൻസ് ആണ്. അതൊരു ആർച്ചാണ്, അതൊരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. സോ അതൊരു നോർത്ത് എൻട്രൻസിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് നേരെ ലാമർ വാലിയിലോട്ടാണ്. ലാമർ വാലിയാണ് ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സീയിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ലക്കിലി ഒരു ഡിയറിനെ കാണാൻ പറ്റി കേട്ടോ. ഞങ്ങളുടെ കാറിൽ ഇങ്ങനെ ചാടണോ വേണ്ടേ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നൈദുവിന് ബോറടിക്കാൻ തുടങ്ങി. അവൾ കാർ സീറ്റിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ടിരുന്നല്ലേ, കുഞ്ഞല്ലേ, ഇത്രയും നേരം അവൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ബോറടിക്കും. പക്ഷേ വാഷിങ്ടൺ സ്റ്റേറ്റിൽ നമ്മൾ കാർ സീറ്റിൽ തന്നെ പിള്ളേരെ ഇരുത്തണം. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ ഒരു ബൈസൺസിനെ ഉണ്ട് കേട്ടോ. ഇതൊരു വാലി വഴിയാണ് പോകുന്നത് നോർത്ത് എൻട്രൻസിൻ്റെ അങ്ങോട്ട്. ഒരുപാട് ബൈസൺസ് അവിടെ ഗ്രേസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. റോഡിലൂടെ ഒന്നും അധികം കണ്ടില്ല, എല്ലാം ഇങ്ങനെ ഉച്ച സമയമല്ലേ, അപ്പോൾ എല്ലാം ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് പോകുന്ന വഴി അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് യെല്ലോ സ്റ്റോണിൻ്റെ അകത്ത് തന്നെയാണ്. അവരെന്തോ ഒരു ബ്രിഡ്ജ് കെട്ടുവാണെന്ന് തോന്നുന്നു, പുതിയൊരു പാലം, ട്രാഫിക് കൺവീനിയൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ട്രാഫിക്കൊന്നും കിട്ടിയില്ല. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ട്രാഫിക്കാണ് എന്നുള്ളൊരു ഇത്. ബട്ട് ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. സമ്മർ തുടങ്ങി ഭയങ്കര പീക്ക് ടൈമിലൊക്കെ ആകുമ്പോൾ ഇവിടെ ആനിമൽസൊക്കെ ഇങ്ങനെ റോഡിലൂടെ നടക്കാൻ തുടങ്ങും. ഇവിടെ എന്തോ ഒന്നും ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ നിർത്തിയതാണ്. ആക്ച്വലി അവിടെ ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഫേമസ് റൂസ്വെൽറ്റ് ആർച്ച്. ഇത് US ആർമി ബിൽഡ് ചെയ്തതാണ്. ഈ ഒരു ഫസ്റ്റ് നാഷണൽ പാർക്ക് ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ ബിൽഡ് ചെയ്തതാണ്. ഇത് ഗാർഡിനിയറിൻ്റെ അടുത്താണ്, അതായത് നോർത്ത് എൻട്രൻസിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. US ആർമി ബിൽഡ് ചെയ്തുള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസ് ആണ്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് നേരെ ലാമർ വാലിയിൽ വന്നു. ലാമർ വാലി വന്നപ്പോൾ അവിടെ ഒരു ബൈസണെ കണ്ടു, പിന്നെ എൽക്ക് ഓടുന്നത് കണ്ടു. ഇതാണ് എൽക്ക് ഓടുന്നത് കണ്ടോ, കുണുകുണ അടുത്തൂടെയാണ് ഓടിയത്. ഞങ്ങളൊക്കെ പേടിച്ച് ബാക്കിലോട്ട് പോയി. നൈദു അതിനെ പിടിക്കാൻ വേണ്ടി ബാക്കിലോട്ടൊക്കെ പോയി അവൾ അടുത്തോട്ട്. ആൻഡ് ഇതാണ് ആ ഒരു വാലി. ഇവിടെ ഫേമസ് ആണ്, ഫുൾ ഓഫ് ബൈസൺസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ലേക്കിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഫുൾ ഓഫ് ബൈസൺസ് ഇങ്ങനെ ഗ്രേസ് ചെയ്ത് നടക്കുമായിരുന്നു. എല്ലാവരും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു വാലി ആയിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ അറൗണ്ട് ഒരു 1:30-2 മണിയായി കേട്ടോ. നല്ല കട്ടയ്ക്ക് വെയിലായിരുന്നു. വെയിലൊക്കെ അടിച്ച് ടാനൊക്കെ ആയി. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാണ്. പിന്നെ ഫുഡൊക്കെ എടുത്തതുകൊണ്ട് വലിയ ക്ഷീണം തോന്നിയില്ല. കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരുന്നല്ലോ. ഇനി ഇടയ്ക്ക് ഇവിടെ നിർത്താനൊന്നും പറ്റത്തില്ല. വിസിറ്റർ സെൻറ്ററിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ഫുഡും സ്നാക്സും കാര്യങ്ങളും ഒക്കെ. ഇതാണ് ഞങ്ങൾ അവിടെ എടുത്തൊരു മിനി ഫോട്ടോഷൂട്ട് പോലെയൊക്കെ എടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ആ ഒരു ലാമർ വാലി. ആൻഡ് ഈ ഒരു ലാമർ വാലി വൈൽഡ് ലൈഫ് വ്യൂവിന് ഭയങ്കര ഫേമസ് ആണ്. അമേരിക്ക സെരംഗതി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ ഒരു പ്ലേസിന്.
നിങ്ങൾ ഈ വൈൽഡ് ലൈഫ് വ്യൂവിങ്ങിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബൈനോക്കുലർ മേടിക്കും കേട്ടോ. ബൈനോക്കുലർ കൊണ്ടുവരുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഞങ്ങൾ ബൈനോക്കുലറൊന്നും ഇല്ലായിരുന്നു, ഇവിടെ എല്ലാവരുടെ കയ്യിലും ബൈനോക്കുലേഴ്സ് ഉണ്ടായിരുന്നു. കാരണം വൈൽഡ് ലൈഫിനെ കാണണമെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ബൈനോക്കുലേഴ്സ് ആയിരിക്കും. അതിൽ ബ്രൗൺ ബെയേഴ്സിനെയൊക്കെ കാണണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല, അതാണ് ഞാനൊരു ഇൻഫോ ആയിട്ട് പറഞ്ഞത്. പിന്നെ നൈതുവിൻ്റെ കുറച്ച് ഡാൻസൊക്കെ എടുത്തോളൂ, കിടന്ന് ഡാൻസ് കളിക്കുകയാണ് അവിടെ നിന്ന്. നൈത് ഭയങ്കര എൻജോയിങ് ആയിരുന്നു, കാരണം ബൈസനെയും ഡിയറിനെയൊക്കെ അടുത്ത് കണ്ടപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ആ പോകുന്ന വഴി ലാമർ വാലി തന്നെയാണ്, ഇതൊരു വ്യൂ പോയിൻ്റ് പോലെ കണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് ബൈനോക്കുലറൊക്കെ വെച്ച് എന്തോ വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഫുൾ ഓഫ് ലാമർ വാലി തന്നെയാണ് കേട്ടോ. ആ ദൂരെ നിൽക്കുന്നത് ഫുള്ളും അത് ബൈസൺസ് ആണ് കേട്ടോ. ഫുള്ളും ബൈസൺസ് ആയിരുന്നു ആ ഒരു മല ഫുള്ള്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഇനി ഞാൻ ബാക്കിയുള്ള വിശേഷം നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ശരി, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.